മൾട്ടിപ്പിൾസ്, മലയാളത്തിൽ ഗുണിതങ്ങൾ. എന്താണ് മൾട്ടിപ്പിൾസ്? ഒരു നമ്പറിൻ്റെ മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് അതിങ്ങനെ അധികരിച്ച് വരിക, കൂടുക. മൾട്ടിപ്പിളായിട്ട് ഇപ്പോൾ ഒന്നാണെങ്കിൽ അതിങ്ങനെ കൂടി വരിക, കുറയല്ലേ ചെയ്യുക. മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും കൂടുതലായിരിക്കും ഉണ്ടാകുക ആ തന്ന നമ്പറിൻ്റെ. ഇപ്പോൾ 2ൻ്റെ ഒരു മൾട്ടിപ്പിൾ എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ 2നെ നമ്മൾ ഒരു 4 കൊണ്ട് ഗുണിക്കുക. നമുക്ക് ഇഷ്ടമുള്ള നമ്പർ കൊണ്ട് ഗുണിക്കുക. 2നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 2 × 4 8. അപ്പോൾ ഈ 8 എന്താണ്? മൾട്ടിപ്പിളാണ്. ആരുടെ മൾട്ടിപ്പിളാണ്? 2ൻ്റെ. നമ്മൾ 2ൻ്റെ എന്നല്ല എടുത്തത്, 2ൻ്റെ മൾട്ടിപ്പിളാണല്ലോ നമ്മൾ നോക്കുന്നത്. അപ്പോൾ 2ൻ്റെ ഒരു മൾട്ടിപ്പിളാണ് 8, ഒരു മൾട്ടിപ്പിൾ. അപ്പോൾ വേറെ മൾട്ടിപ്പിൾ ഉണ്ടാവുമോ? 2ന് ഉണ്ടാകും. 2നെ നമ്മൾ 1 കൊണ്ട് ഗുണിച്ച് വെക്കുക. 2 × 1 എന്ന് പറഞ്ഞാൽ എന്താ? 2. അപ്പോൾ ഈ 2ൻ്റെ ഒരു മൾട്ടിപ്പിളാണ്. അപ്പോൾ അതേ നമ്പറും ഏതൊരു നമ്പറും ആ നമ്പറിൻ്റെ മൾട്ടിപ്പിളായിരിക്കും. അപ്പോൾ 3 നോക്കുക. 3 എന്ന് പറഞ്ഞ നമ്പറിൻ്റെ മൾട്ടിപ്പിൾ നമ്മളോട് ചോദിക്കുക. ഞാൻ അതിനെ 1 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ 1 × 3 3. ഈ 3യുടെ ഒരു മൾട്ടിപ്പിളാണ് നമുക്ക് പറയാൻ പറ്റും. മനസ്സിലാവുണ്ടോ? മലയാളത്തിൽ ഗുണിതം. ഇനി ഞാൻ ഈ 3യെ ഒരു 2 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 × 2 6. ഈ 6 3യുടെ വേറൊരു മൾട്ടിപ്പിളാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഞാൻ 3യെ 10 കൊണ്ട് ഗുണിച്ചു, മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 3 × 10 30. ഈ 33യുടെ എന്താണ്? വേറൊരു മൾട്ടിപ്പിളാണ്. അപ്പോൾ ഈ 3യും ഈ 6ഉം ഈ 30യും ഒക്കെ 3യുടെ എന്താണ്? മൾട്ടിപ്പിളാണ്. മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ കൺസെപ്റ്റ് മനസ്സിലായോ? അപ്പോൾ 10ൻ്റെ ഒരു 5 മൾട്ടിപ്പിൾസ് നമ്മളോട് എഴുതാൻ പറഞ്ഞു. 10ൻ്റെ 5 മൾട്ടിപ്പിൾസ് എഴുതാൻ പറഞ്ഞിട്ടോ. റൈറ്റ് 5 മൾട്ടിപ്പിൾസ് ഓഫ് 10 തന്ന് 5 മൾട്ടിപ്പിൾസ്. അപ്പോൾ ഞാൻ 10നെ എനിക്ക് ഇഷ്ടമുള്ള നമ്പർ കൊണ്ടൊക്കെ ഗുണിക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് 1 കൊണ്ട് ഗുണിച്ചു. 10 × 1 10, 10 × 2 20, 10 × 3 30, 10 × 4 40, 10 × 5 50. 1 2 3 4 5 മൾട്ടിപ്പിൾസ് അല്ലേ കാണാൻ പറഞ്ഞത്? ഞാൻ 5 മൾട്ടിപ്പിൾസ് കണ്ട്. ഇപ്പോൾ ഞാനിത് കോൺസിക്യൂട്ടീവ് നമ്പർ കൊണ്ടാണ് ഗുണിച്ചത്. അതായത് തുടർച്ചയായിട്ട് വരുന്ന നമ്പർ കൊണ്ട് 1 2 3 4 5. 10നെ 1 2 3 4 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 10 20 30 40 50 എന്ന് മൾട്ടിപ്പിൾസ് കിട്ടി. വേറൊരു കുട്ടി ഇത് ചെയ്യാണ്. കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഒന്നും പറഞ്ഞിട്ടില്ല. 10ൻ്റെ 5 മൾട്ടിപ്പിൾസ് കാണാൻ പറഞ്ഞിട്ടുള്ളൂ. ആദ്യം 10നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 100, 10നെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 110, 10നെ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 200, 10നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 1000, 10നെ 50 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 500. ആ കുട്ടി ഇങ്ങനെ ചെയ്ത്. അപ്പോൾ എത്ര മൾട്ടിപ്പിൾസ് ഉണ്ട്? 1 2 3 4 5 മൾട്ടിപ്പിൾസ് തന്നെ കണ്ടല്ലോ. അപ്പോൾ ഇതും മൾട്ടിപ്പിൾസാണ്, ഇതും മൾട്ടിപ്പിൾസാണ്. അപ്പോൾ ഇങ്ങനെ ഒരേപോലെ ഇങ്ങനെ 10 20 30 ഇങ്ങനെ തന്നെ കൂടി വരണ്ട. എങ്ങനെ വന്നാലും ആ ഒരു നമ്പറിനെ നമ്മൾ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താലും കിട്ടുന്ന ആ ഒരു ഉത്തരം ഉണ്ടല്ലോ, ആ ഉത്തരങ്ങൾ ഇതൊക്കെ ഇതിൻ്റെ മൾട്ടിപ്പിൾസാണ്. മനസ്സിലായോ? അപ്പോൾ ഒരു ചോദ്യം തരികയാണ്. റൈറ്റ് ദി നെക്സ്റ്റ് 3 മൾട്ടിപ്പിൾസ്. റൈറ്റ് ദ നെക്സ്റ്റ് 3 മൾട്ടിപ്പിൾസ്. ചോദ്യം 10 20 30. 10 20 30 തന്നിട്ടുണ്ട്. അതിൻ്റെ നെക്സ്റ്റ് 3 മൾട്ടിപ്പിൾസ് എഴുതാൻ പറഞ്ഞാൽ അതേപോലെ തോന്നിയ പോലെ എഴുതാൻ പാടില്ല. പിന്നെ എങ്ങനെ എഴുതണം? ഇങ്ങനെ തന്നെ എഴുതണം. നെക്സ്റ്റ് ആണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് എന്തായിരിക്കും? ഇതിൻ്റെ 10നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ് 10, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 20, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 30. അപ്പോൾ 10നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 40 എന്ന് എഴുതുക. 10നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 50 എന്ന് എഴുതുക. 10നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 60 എന്ന് എഴുതുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നെക്സ്റ്റ് 3 മൾട്ടിപ്പിൾസ് കിട്ടി. ഇനി വേറൊരു ചോദ്യം. റൈറ്റ് എനി 5 മൾട്ടിപ്പിൾസ് ഓഫ് 5. 5ൻ്റെ ഏതെങ്കിലും 5 മൾട്ടിപ്പിൾ എഴുതാൻ. എനി
അപ്പോൾ ഞാൻ എഴുതി 5 ഇൻറ്റു 6 ആദ്യം ചെയ്ത്, രണ്ടാമത് ചെയ്യുന്നത് 5 ഇൻറ്റു 10 ചെയ്ത്, മൂന്നാമത് 5 ഇൻറ്റു 1, 5 ഇൻറ്റു 9, 5 ഇൻറ്റു 5. ഇങ്ങനെ 5 മൾട്ടിപ്പിൾസ് എഴുതാനാണ് ഞാൻ വിചാരിച്ചത്. ഇതൊക്കെ ഡിസോർഡർ ആയിട്ടാണ്, ഒന്നും ഓർഡറിലല്ല കൊടുത്തത് അല്ലേ. ഇപ്പോൾ 5 ഇൻറ്റു 6 30, 5 ഇൻറ്റു 10 50, 5 ഇൻറ്റു 1 5, 5 ഇൻറ്റു 9 45, 5 ഇൻറ്റു 5 25. ഇപ്പോൾ 1 2 3 4 5 മൾട്ടിപ്പിൾസ് നമ്മൾ എഴുതി. കോൺസിക്യൂട്ടീവ് ആണോ? അല്ല. കോൺസിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ 10 20 30 ഇങ്ങനെ ഒരേപോലെ പോകുന്നത്, തുടർച്ചയായിട്ട് പോകുന്നത്. ഒരേപോലെയല്ല, തുടർച്ചയായിട്ട് പോകുന്ന നമ്പേഴ്സ് അങ്ങനെയാണ് നമ്മൾ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതായത് 1 2 3 4 ഇത് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സാണ്. ഈവൻ നമ്പറിനെ നമ്മൾ കോൺസിക്യൂട്ടീവായിട്ട് എങ്ങനെ എഴുതുക? 2 4 6 8 ഇങ്ങനെ. ഓഡ് നമ്പറിനെ എങ്ങനെ എഴുതുക? 1 3 5 7 9 ഇങ്ങനെ. ഇത് ഈവൻ നമ്പറിൻ്റെ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്, ഇത് ഓഡ് നമ്പേഴ്സിൻ്റെ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്. ഓക്കെ. അപ്പോൾ നമ്മളിപ്പം കോൺസിക്യൂട്ടീവ് അല്ല പറയുന്നത്, നമ്മളെന്താ പറയുന്നത്? മൾട്ടിപ്പിൾസ്. മൾട്ടിപ്പിൾസ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു ചോദ്യം കൂടി ചെയ്തിട്ട് നമുക്ക് നിർത്താം. ചോദ്യം ഇതാണ്: റൈറ്റ് 3 മൾട്ടിപ്പിൾസ് ഓഫ് 6 8 9. 6ൻ്റെ 3 മൾട്ടിപ്പിൾസിന് എഴുതണം, 8ൻ്റെ 3 മൾട്ടിപ്പിൾസിന് എഴുതണം, 9ൻ്റെ 3 മൾട്ടിപ്പിൾസിന് എഴുതണം. നമുക്കിഷ്ടമുള്ള എഴുതാം, ഏതെങ്കിലും എഴുതാം, അതല്ല കോൺസിക്യൂട്ടീവായിട്ട് എഴുതാം. നമുക്ക് കോൺസിക്യൂട്ടീവായിട്ട് എഴുതാം കേട്ടോ. 6 ഇൻറ്റു 1 6, 6 ഇൻറ്റു 2 12, 6 ഇൻറ്റു 3 18. 3 കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസിന് എഴുതി. ഇനി ഇവിടെ 1 ഇൻറ്റു 8 8, 2 ഇൻറ്റു 8 16, 3 ഇൻറ്റു 8 24. ഇനി 9, 1 ഇൻറ്റു 9 9, 2 ഇൻറ്റു 9 18, 3 ഇൻറ്റു 9 27. ഇതിപ്പോൾ നമ്മൾ കോൺസിക്യൂട്ടീവായിട്ട് എഴുതി. അല്ലെങ്കിലോ നമുക്ക് ഇഷ്ടമുള്ള നമ്പർ വെച്ചിട്ട് ഈ 6നെ മൾട്ടിപ്ലൈ ചെയ്യുക, കിട്ടുന്ന ആൻസർ എഴുതുക. ആ കിട്ടുന്ന ആൻസറൊക്കെ 6ൻ്റെ മൾട്ടിപ്പിൾസാണ്. ഇവിടെ അതേപോലെ എഴുതിയാൽ 8ൻ്റെ മൾട്ടിപ്പിൾസ് ആണെന്ന് പറയാം, ഇവിടെ എഴുതിയാൽ 9ൻ്റെ മൾട്ടിപ്പിൾസ് ആണെന്ന് പറയാം. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ശരി.